നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. കണ്ണൂർ ലീഡേഴ്സ് കോളേജിലുണ്ടായ തർക്കത്തിന് 1.5 വർഷം കാത്തിരുന്ന് പകവീട്ടി യുവാക്കൾ. കോളേജിലെ ജൂനിയർ വിദ്യാർത്ഥി നിഷാദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സീനിയർ വിദ്യാർത്ഥിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. ആക്രമണത്തിൽ വാരം സ്വദേശി മുനീസ് മുസ്തഫയുടെ ചുണ്ട് വെട്ടേറ്റ് മുറിഞ്ഞു. ഫോൺ വിളിച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നെന്ന് മുനീസിന്റെ സുഹൃത്തുക്കൾ. സംഭവത്തിൽ 5 പേർക്കെതിരെ പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. ലീഡേഴ്സ് കോളേജിലെ മുനീസിന്റെ ജൂനിയറായിരുന്നു കേസിലെ മുഖ്യപ്രതിയായ നിഷാദ്. 1.5 വർഷം മുമ്പുണ്ടായ തർക്കത്തിന്റെ പേരിൽ രാത്രികളിൽ പല തവണകളിലായി വിളിച്ച് നമുക്ക് ആ കണക്ക് തീർക്കണമെന്നും അത് തീർക്കാതെ സമാധാനമില്ലെന്നും കൊല്ലുമെന്നും നിഷാദ് ഭീഷണിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഭീഷണിയല്ലാതെ നേരിട്ട് ആക്രമണം ഉണ്ടാകാത്തതിനാൽ മുനീസ് ഇക്കാര്യം ആരോടും പറഞ്ഞിരുന്നില്ല. കഴിഞ്ഞ ദിവസം ഫുട്ബോൾ മത്സരം കാണുന്നതിനായി സുഹൃത്തുക്കൾക്കൊപ്പം പോയതാണ് മുനീസ്. ഇതിനിടെ നിഷാദിനെ മുനീസ് കണ്ടു. ഇന്ന് രാത്രി ഈ കണക്ക് തീർക്കണമെന്ന് മുനീസിനോട് നിഷാദ് ആ സമയത്ത് പറഞ്ഞിരുന്നു. 2 വർഷമായാലും കണക്ക് തീർക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് നിഷാദ് പറഞ്ഞു. ഇതോടെ മത്സരം കാണാൻ നിൽക്കാതെ മുനീസും സുഹൃത്തുക്കളും വീട്ടിലേക്ക് മടങ്ങി. ഇതിനിടെ കാൽടെക്സ് ജംഗ്ഷൻ ഭാഗത്ത് ചായ കുടിക്കാൻ കയറിയിരുന്നു. മുനീസും സുഹൃത്തുക്കളും മടങ്ങിയതറിഞ്ഞ നിഷാദ് ഇവരെ പിന്തുടരുകയായിരുന്നു. തുടർന്ന് ഇവരെ തേടിയെത്തി ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ആക്രമണം നടത്തിയത്. നിഷാദ് എത്തി ആദ്യം മർദ്ദിക്കുകയായിരുന്നു. ഇതിനുശേഷം നിഷാദിനൊപ്പം ഉണ്ടായിരുന്ന സംഘം ആക്രമിക്കുകയായിരുന്നു. മാസ്ക് ധരിച്ചെത്തിയായിരുന്നു ആക്രമണം നടത്തിയതെന്ന് പരാതിയിൽ പറയുന്നു. മൂർച്ചയേറിയ കത്തി ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത്. തലയുടെ ഭാഗത്തേക്കാണ് ആദ്യം കത്തി വീശിയിരുന്നത്. മുനീസ് ഒഴിഞ്ഞുമാറുന്നതിനിടെ ചുണ്ടിൽ കത്തി കൊണ്ട് മുറിയുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റിരുന്നു. മുനീസിന്റെ ചുണ്ട് പ്ലാസ്റ്റിക് സർജറിക്ക് വിധേയമാക്കിയിരുന്നു. പൂർണ്ണമായി സംസാരിക്കാൻ കഴിയില്ല. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളുടെ മൊഴി രേഖപ്പെടുത്തിയാണ് പോലീസ് വധശ്രമത്തിന് കേസെടുത്തിരിക്കുന്നത്. പ്രതികൾ ഒളിവിലാണ്. മുഴുവൻ പ്രതികളെയും പിടികൂടുമെന്ന് കണ്ണൂർ ടൗൺ പോലീസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്.